കോഴിക്കോട് തന്നെ ഇന്ന് മറ്റൊരു ദുരന്ത വാർത്തയുണ്ടാകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ റോഡിൽ KSRTC സ്വിഫ്റ്റ് ബസ് പാഞ്ഞു കയറി അപകടമുണ്ടായത്. മാങ്ങ പെറുക്കുന്നവർക്കിടയിലേക്കാണ് ബസ് പാഞ്ഞു കയറിയത്. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. പുലർച്ചെ 5 മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. സനീഷ് കുമാർ തന്നെ ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എന്തായിരുന്നു ഇതിന്റെ സാഹചര്യം? സജിത്ത്, ദേശീയപാത 766-ൽ താമരശ്ശേരി അമ്പായത്തോട് എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. റോഡിലേക്ക് ഒടിഞ്ഞു വീണ വലിയ ഒരു മാങ്കും ഉണ്ടായിരുന്നു. ആ മാങ്കുമ്പിൽ നിന്നും മാങ്ങകൾ ശേഖരിച്ചുകൊണ്ടിരിക്കെ ഈ ആളുകൾക്കിടയിലേക്ക് ബസ് പാഞ്ഞു കയറുകയായിരുന്നു. പുലർച്ചെ തന്നെയാണ് സംഭവം ഉണ്ടായതുകൊണ്ട് ബസ് ദീർഘദൂര ബസ്സാണ്. അത് ഓടി വരുന്നതിനിടയിൽ ഈ വഴിയിൽ ഒരുപക്ഷെ മാങ്ങ പറിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കണ്ടു കാണില്ല. അതുകൊണ്ടാണ് അവർ ഇടയിലേക്ക് പാഞ്ഞു കയറിയത്. അമ്പായത്തോട് അറമുക്ക് ഗഫൂർ, കോഴിക്കോട് പെരുമണ്ണ സ്വദേശി ബിബീഷ്, എടവണ്ണപ്പാറ സ്വദേശി സതീഷ് കുമാർ എന്നിവർക്കാണ് ഈ ബസ് ഇടിച്ച് പരിക്കുപറ്റിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന KSRTC സ്വിഫ്റ്റ് ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, രാവിലെ സമയമൊക്കെയാണ്, പുലർച്ചെ സമയമൊക്കെ ആകുമ്പോൾ വലിയ വേഗതയിലാണ് ഈ ബസ് വരുന്നത്. ഒപ്പം ഈ വഴിയുടെ മധ്യത്തിൽ ഇത്തരത്തിൽ ആളുകൾ കൂടി നിന്ന് മാങ്ങ പറിക്കുക അല്ലെങ്കിൽ മധ്യത്തിലേക്ക് ഇങ്ങനെ ആളുകൾ കയറി നിൽക്കുക എന്നൊരു കണക്കൂട്ടൽ ഒരുപക്ഷെ ബസിന്റെ ഡ്രൈവർക്ക് ഉണ്ടായി കാണുകയും ചെയ്യില്ല. എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവരുടെ നില അത്ര ഗുരുതരമല്ല എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഇത്തരം അപകടം ഉണ്ടായത്. സജിത്ത്, പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. മാങ്ങ പറിക്കാൻ വേണ്ടി മാങ്ങ ശേഖരിക്കുകയായിരുന്നു റോഡിൽ നിന്ന്. അവർക്കിടയിലേക്കാണ് അതിവേഗതയിൽ വന്ന KSRTC സ്വിഫ്റ്റ് ബസ് പാഞ്ഞു കയറുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ സ്ഥിതി ഗുരുതരമാണ്.